കോഴിക്കോട് ദേശീയപാതയിൽ 3 കിലോമീറ്ററോളം വൺ വേ തെറ്റിച്ച് അപകടകരമായ രീതിയിൽ KSRTC ബസ് ഓടിച്ചു. കഴിഞ്ഞ 4-ന് വൈകുന്നേരം നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അജി കുഞ്ഞുമോൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകും. അതിനു മുൻപ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അജി കുഞ്ഞുമോൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അജി, ഇത് പകലാണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ അറിയാതെ തെറ്റി വന്നതുമല്ല, KSRTC ഡ്രൈവർക്ക് ബോധ്യവും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു നഗ്നമായ നിയമലംഘനം. തീർച്ചയായിട്ടും GK, നഗ്നമായ ഒരു നിയമലംഘനം നടന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വിലയിരുത്താം. പക്ഷെ അതിൻ്റെ ഒരു മറുവശം KSRTC അധികൃതർ പറയുന്നത് ഈ ഫാസ്ടാഗ്, അതായത് പന്തീരങ്കാവ് ടോൾ പ്ലാസ ഉണ്ട്, അവിടെ ഫാസ്ടാഗ് ഇല്ലാത്തതിനാൽ, ഫാസ്ടാഗിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ വാഹനം തിരിച്ചു പോയി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇത്തരമായ ഒരു സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയപാതയിൽ ഒട്ടനവധി നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 വീലറിനും ഓട്ടോറിക്ഷയ്ക്കും ഒന്നും തന്നെ ദേശീയപാതയിലൂടെ കടന്നു പോകുവാൻ അനുമതിയില്ല. പക്ഷേ ഇപ്പോഴും അത് പോകുന്നുണ്ട്. KSRTCയും അത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും ഒട്ടനവധി പുറത്തു വന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ ദിശ തെറ്റിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലൂടെ മറ്റു വാഹനങ്ങൾക്ക് അപകടമാം വിധം KSRTC ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്, അവരോട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ തങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങളൊന്നും തന്നെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അതേസമയം ദേശീയപാത അതോറിറ്റി പറയുന്നത് ഈ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് അവരും പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തെ പറ്റി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും KSRTCയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. GK, പ്രത്യേകിച്ച് ഈ ഫാസ്ടാഗിൽ മതിയായ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ വാഹനം മുന്നോട്ട് പോയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. GK, ശരി, അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത്. KSRTC ബസ് വൺ വേ തെറ്റിച്ച് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അതിന് KSRTC ഒരു ന്യായം പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.